48 വർഷങ്ങളോളമായിട്ട് ഞങ്ങളുടെ നാട്ടിൽ ഈ സേവാഭാരതിയുടെ പ്രവർത്തനം ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 2500ഓളം ദഹനങ്ങൾ ഞങ്ങൾ ഈ കഴിഞ്ഞ വർഷവും ഈ വർഷവുമായിട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട്, പാലിയേറ്റീവുമായിട്ട് ബന്ധപ്പെട്ട്, പ്രകൃതി ദുരന്തങ്ങളുണ്ടാകുമ്പോൾ മുൻ വർഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്നതിനേക്കാൾ ഒരുപാട് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഈ വർഷം മുന്നോട്ട് വന്നിട്ടുണ്ട്. പാലിയേറ്റീവിൻ്റെ വളരെ നല്ല പ്രവർത്തനം ഞങ്ങളുടെ യൂണിറ്റിന് കാഴ്ചവെക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നമസ്കാരം. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സേവന പ്രവർത്തനങ്ങളുമായി എത്തിച്ചേരുന്ന സേവാഭാരതി യൂണിറ്റ് മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിലെ തന്നെ മികച്ച യൂണിറ്റായി മാറിയിരിക്കുകയാണ് പത്തനംതിട്ട ജില്ലയിലെ വെച്ചൂച്ചിറയിൽ പ്രവർത്തിക്കുന്ന വെച്ചൂച്ചിറ സേവാഭാരതി യൂണിറ്റ്. അരനൂറ്റാണ്ട് പിന്നിട്ട സേവാഭാരതിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചറിയാം. എൻ്റെ പേര് മധു എന്നാണ്. ഞാൻ ഈ സേവാഭാരതി വെച്ചൂച്ചിറ യൂണിറ്റിൻ്റെ പ്രസിഡൻ്റാണ്. 2018 മുതലാണ് ഞങ്ങളുടെ ഈ സേവാഭാരതി യൂണിറ്റിൻ്റെ രജിസ്ട്രേഷൻ ആയിട്ടുള്ളത്. അപ്പോൾ അതിനു മുമ്പ് 48 വർഷങ്ങളോളമായിട്ട് ഞങ്ങളുടെ നാട്ടിൽ ഈ സേവാഭാരതിയുടെ പ്രവർത്തനം ഉണ്ടായിരുന്നു. പക്ഷേ ഔദ്യോഗികമായിട്ടൊരു രൂപവും ഭാവമൊക്കെ വന്നത് ഇപ്പോൾ 2018 മുതലാണ്. ഏകദേശം ഒരു 2500ഓളം ദഹനങ്ങൾ ഞങ്ങൾ ഈ കഴിഞ്ഞ വർഷവും ഈ വർഷവുമായിട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞങ്ങൾ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട്, പാലിയേറ്റീവുമായിട്ട് ബന്ധപ്പെട്ട്, പ്രകൃതി ദുരന്തങ്ങളുണ്ടാകുമ്പോൾ അങ്ങനെ നിർധനരായിട്ടുള്ള ആൾക്കാർ, പിന്നെ മരുന്ന് മേടിക്കാൻ കാശില്ലാതെ ഉള്ള ആൾക്കാർ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ ഞങ്ങൾ നിരന്തരമായിട്ട് സഹായിക്കുന്നുണ്ട്. മുൻ വർഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്നതിനേക്കാൾ ഒരുപാട് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഈ വർഷം മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇനിയും 2025-26 വർഷത്തേക്ക് ഞങ്ങൾ വളരെയേറെ പരിപാടികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളുടെ ഈ പ്രവർത്തകരെല്ലാം ഇവിടെ ഉള്ളത്. എല്ലാ ദിവസവും രാവിലെ മിക്കവാറും 5 മണിക്ക് തന്നെ നമ്മുടെ യൂണിറ്റിൽ നിന്ന് നമ്മുടെ അംഗങ്ങൾ പത്തനംതിട്ട, അതേപോലെ കോട്ടയം, ആലപ്പുഴ, ഈ ജില്ലകളിലെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത്. സൗജന്യ നിരക്കിലാണ്? സൗജന്യ നിരക്കിലാണ്, തീർച്ചയായിട്ടും സൗജന്യ നിരക്കിലാണ്. കാരണം മറ്റ് വെളിയിലുള്ള ആൾക്കാർ 10,000 12,000 രൂപ ഈടാക്കുന്ന സമയത്ത് നമ്മുടെ ഈ കഷ്ടപ്പാടിൻ്റെ കൂലി മാത്രം, അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ആ കൂലി മാത്രം എടുത്തുകൊണ്ടും അതിനേക്കാൾ ഉപരി വളരെ തികച്ചും സൗജന്യമായിട്ട് ഒരുപാട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് ദഹനങ്ങൾ ഞങ്ങൾ നടത്തി വരുന്നുണ്ട്. ഞങ്ങളൊക്കെ വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം വിളിക്കുന്ന കുമാർജി എന്ന് അറിയപ്പെടുന്ന ശ്രീകുമാറാണിത്. എനിക്ക് തോന്നുന്നു 48 വർഷങ്ങൾക്ക് മുൻപ് ചിതാഗ്നിയായിട്ട് ബന്ധപ്പെട്ട് ദഹനത്തിന് ഒരു മാം കഷ്ണം എടുത്തു വെച്ച് ഈ ഒരു വലിയ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച ഒരു മഹത് വ്യക്തിയാണ് നിൽക്കുന്നത്. ഈ മഹത് വ്യക്തിയാണ് ഇന്നും ഞങ്ങൾ ഈ വെച്ചൂച്ചിറ സേവാഭാരതി യൂണിറ്റിൻ്റെ നട്ടെല്ലെന്ന് ഞങ്ങൾ വിശേഷിപ്പിക്കാൻ പറ്റും. ഇദ്ദേഹമാണ് ഞങ്ങളുടെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളുടെയും ജീവാത്മാവും പരമാത്മാവും. ഇദ്ദേഹത്തിൻ്റെ ഒരു അക്ഷീണമായ പ്രവർത്തനം കൊണ്ടാണ് ഈ യൂണിറ്റ് ഈ തരത്തിൽ എത്തിച്ചേർന്നത്. ഒരിക്കലേ നമ്മുടെ ഒരു സഹപ്രവർത്തകൻ്റെ വീട്ടിലെ ഒരു മരണം നടന്നു. അവിടെ വയ്യാത്തൊരു അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. അവിടെ വല്യമ്മയാണ് മരിച്ചത്. അപ്പോൾ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വീടായിരുന്നു. അങ്ങനെ എന്നെ ക്ഷണിച്ചു. ഞാൻ അറിഞ്ഞ് ഇവിടെ ചെന്നു. അന്ന് വൈദ്യുതി ഒക്കെ ഇല്ലാത്ത സമയമാണ് എല്ലാ വീടുകളിലും. അപ്പോൾ ആ സമയത്ത് ജനറേറ്റർ എടുക്കാനായിട്ട് ഈ അച്ഛൻ എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങൾ എരുമേലിക്ക് പോവുകയാണ്. പോകുന്ന സമയത്ത് ഒരു ഗോൾഡ് പണയം വെക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തി. അപ്പോൾ അവിടെ ആ ചേട്ടൻ്റെ കയ്യിൽ ഒരു നൂല് പോലത്തെ ഒരു മാലയുള്ളൂ. അപ്പോൾ ഞാൻ എന്താ ഇവിടെ നിർത്തിയെന്ന് ചോദിച്ചു. പറഞ്ഞു 10 പൈസ പോലും കയ്യിലില്ല. ഈ നൂല് പോലത്തെ മാല, ഇത് പെൺമുള്ളിയുടെ താലിമാലയാണ്, ഇത് പണയം വെച്ചാലേ കാര്യങ്ങൾ ഓടത്തുള്ളൂ. അവിടെ നിന്നാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്, നമുക്കിത് ഏറ്റെടുത്ത് നടത്തിയാൽ എന്താണെന്ന്. അങ്ങനെ സഹപ്രവർത്തകരായിട്ട് ആലോചിച്ചിട്ട് അന്ന് തുടങ്ങിയതാണ് ഈ സംഭവം. സേവാഭാരതി യൂണിറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ വാർഡുകളിലും നമ്മുടെ പാലിയേറ്റീവിൻ്റെ യൂണിറ്റിൻ്റെ പ്രവർത്തനം എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ അഞ്ചു ആണേലും അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ചേച്ചി ആണ് നേഴ്സ്. അതുപോലെ തന്നെ നമുക്ക് എപ്പം വേണമെങ്കിലും വിളിച്ചാൽ ഡോക്ടറുടെ സേവനം നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ പാലിയേറ്റീവിൻ്റെ വളരെ നല്ല പ്രവർത്തനം ഞങ്ങളുടെ യൂണിറ്റിന് കാഴ്ചവെക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പിന്നെ എടുത്തു പറയത്തക്ക മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ
എല്ലാ വർഷവും SLC +2 പരീക്ഷകൾക്ക് മികച്ച വിജയം നേടുന്ന എല്ലാ കുട്ടികളെയും ആദരിക്കുന്നതിനായിട്ട് ഞങ്ങൾ എല്ലാ വർഷവും ക്യാഷ് അവാർഡ് ഉൾപ്പെടെയുള്ള പാരിതോഷികങ്ങൾ സമ്മാനങ്ങൾ കൊടുത്ത് കുട്ടികളെ ഞങ്ങൾ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഹിന്ദി, ഇംഗ്ലീഷ്, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ തികച്ചും പൂർണ്ണമായിട്ട് സൗജന്യമായിട്ട് 8ാം ക്ലാസ് മുതൽ ഡിഗ്രി തലം വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നു. കഴിഞ്ഞ വർഷം 1-2 വർഷമായിട്ട് ഞങ്ങൾ സൗജന്യമായിട്ട് നിർധനരായിട്ടുള്ള ആൾക്കാർക്ക്, വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. മുൻപ് ഞാൻ സൂചിപ്പിച്ച പോലെ ഈ പിന്നെ മഴക്കാലമൊക്കെ ആകുന്ന പല ആൾക്കാരും വിളിച്ച് പറയുന്നുണ്ട്, ഞങ്ങളുടെ വീട് ആസ്പെറ്റ് വെച്ച് ചോരുന്നു, ടാർപ്പ പിന്നെ പറന്നുപോയി എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും അന്നേരം തന്നെ അവിടെ ഓടിയെത്തി ഞങ്ങളെക്കൊണ്ട് കഴിയാവുന്ന എല്ലാ സഹായങ്ങളും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കൃത്രിമ കാലുകൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ കിടപ്പിലായ രോഗികൾക്ക് സ്ഥിരമായിട്ട് എല്ലാ മാസവും ഞങ്ങൾ മരുന്ന് വാങ്ങിച്ചു കൊടുത്ത് ഒരു സഹായം ചെയ്യുന്നുണ്ട്. മറ്റ് ക്യാൻസർ സെൻ്ററുമായിട്ട് ബന്ധപ്പെട്ട് ചികിത്സകളുടെ രോഗികളെ ഞങ്ങൾ സഹായിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും ഈ നാടിൻ്റെ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും ആ പ്രയാസങ്ങളിൽ അവരൊരു കൈത്താങ്ങായിട്ട് സേവാഭാരതി യൂണിറ്റ് എപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു സ്വീകാര്യത കിട്ടിയിരിക്കുന്നത്. മറ്റേ എടുത്ത് പറയത്തക്ക ഒരു കാര്യം എന്ന് പറഞ്ഞാൽ CSR ഫണ്ട് അത് ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. എങ്കിൽ പോലും അഭ്യുദയകാംക്ഷികളായ ആൾക്കാരുടെ നിർലോഭമായ ഒരു സഹകരണം മൂലം ഞങ്ങളുടെയൊക്കെ ഒരു വർഷം ഏകദേശം 1 കോടി രൂപയോളം ടേൺ ഓവർ ഞങ്ങളുടെ ഈ വരവ് ചിലവ് കണക്കുകളിലായിട്ടുണ്ട്. അതിനെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള വരവ് ചിലവ് കണക്കുകൾ ഞങ്ങൾ ബന്ധപ്പെട്ട ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾ സമർപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായിട്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 2025-26 വളരെ വിപുലമായിട്ടുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ ഞങ്ങൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വളരെ വിജയകരമായിട്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകുന്നത്. ഈ പ്രസ്ഥാനം ഇത്രയും ഉയർത്തിക്കൊണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഈ പ്രവർത്തകരുടെ കയ്യിൽ നിന്നും അവരുടെ ഭാര്യമാരുടെ മാലയും ഒക്കെ പണയം വെച്ചാണ് നമ്മൾ ഈ ഓരോ വണ്ടി മേടിച്ച് പിന്നെ അത് CC അടച്ച് അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ പിന്നീട് 1 രൂപ പോലും ഒരു ആംബുലൻസ് എടുക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പലരെയും സമീപിച്ചിട്ട് നമുക്ക് 1 രൂപ പോലും ആരും തന്നില്ല. അതും നമ്മൾ പണയം വെച്ച് തന്നെയാണ് കടം മേടിച്ചൊക്കെയാണ് നമ്മൾ ആംബുലൻസ് എടുത്തത്. അപ്പോൾ ആ സാഹചര്യത്തിൽ 1 രൂപ പോലും നമ്മളെ തന്ന് സഹായിക്കാൻ ആരും വരാതിരുന്ന ആ സാഹചര്യത്തിൽ ഈശ്വരൻ പറഞ്ഞു വിട്ട പോലെ 2 ഈശ്വരന്മാർ നമ്മുടെ മുന്നിൽ വന്നു. അതാണ് ഒന്ന് ശശിചേട്ടൻ ബറോഡ, ഒന്ന് മോഹൻ ചേട്ടൻ കോന്നി. ആ 2 പേരും ഈശ്വരൻ പറഞ്ഞു വിട്ടതുപോലെ ഈശ്വരന്മാരായി അവതരിച്ച് നമ്മുടെ മുന്നിൽ അവതരിച്ച് നമുക്ക് വലിയ ഒരു സഹായം ചെയ്തു. ഈ 36 സെൻറ്റ് സ്ഥലം ഇപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ ഈ സ്ഥലം 36 സെൻറ്റ് സ്ഥലമുണ്ട്. ഇത് നമുക്ക് മോഹൻ ചേട്ടൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ മേടിച്ചത്, സേവാശക്തി ഫൗണ്ടേഷൻ. അതുപോലെ തന്നെ ഒരു 12 സെൻറ്റ് സ്ഥലം തൊട്ടപ്പുറത്ത് അതിന് അവരുടെ വലിയ സംഭാവനയുണ്ട്. അങ്ങനെ പിന്നെ നമ്മുടെ പാലിയേറ്റീവിൻ്റെ വണ്ടി അതും അവരുടെ വലിയൊരു സംഭാവനയാണ്. അപ്പം ഇനി ഇവിടെ ഒരു വലിയ ബിൽഡിങ് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ 2024 തന്നെ ഒരു വലിയ കൊടുങ്കാറ്റടിച്ചു. ഈ കൊടുങ്കാറ്റടിച്ച സമയത്തൊക്കെ നമ്മുടെ നാട്ടിൽ മിക്കവാറും മലയോര ജില്ലയാണ്. റബ്ബറും മാവും പ്ലാവും അങ്ങനെ മറ്റും പല മരങ്ങൾ ഒടിഞ്ഞു വീണ് ഗതാഗത തടസ്സമുണ്ടായി, വീടുകളിലെ മുകളിലേക്ക് വീണു. ഈ സമയത്തെല്ലാം നമ്മുടെ പ്രവർത്തകർ പെട്ടെന്ന് അവിടെ ഓടിയെത്താൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എപ്പോഴും ഒരു കോൾ വിളിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുടെ എന്തൊരാവശ്യത്തിനും ഞങ്ങൾ എപ്പോഴും അവരൊരു വിളിപ്പുറത്തുണ്ട്. ആ ഒരു വിശ്വാസം ജനങ്ങൾക്കുണ്ട്. ആ ഒരു വിശ്വാസമാണ് ഞങ്ങളെ ഈ ഒരു ലെവലിലേക്ക് ഞങ്ങളെ എത്തിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ സേവക സംഘത്തിൻ്റെ ഒരു ഈറ്റില്ലമെന്ന് വേണമെങ്കിൽ പറയാം വെച്ചുചിറ കുന്നമെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലത്തെ ആൾക്കാരുടെ ഒരു സേവന സന്നദ്ധത ഇന്ന് ഈ നാട് മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കേരളം ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ സേവാഭാരതിയുടെ വെച്ചുചിറ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ 2ാം സ്ഥാനത്തുള്ള യൂണിറ്റാണെന്ന് തോന്നുന്നു. അപ്പോൾ അക്ഷീണമായ പ്രവർത്തകരുടെ ഒരു ത്യാഗനിർഭരമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ നിലയിൽ എത്തിച്ചേരാൻ സാധിച്ചിട്ടുള്ളത്. 25ഓളം സജീവമായ പ്രവർത്തകരുണ്ട്. അപ്പോൾ അവരുടെ അകമഴിഞ്ഞ ഒരു പ്രവർത്തനം കൊണ്ടാണ്, അവരുടെ ഒരു അക്ഷീണമായ ഒരു പ്രയത്നം കൊണ്ടാണ് ഞങ്ങളുടെ ഈ ഒരു വലിയ ഒരു സ്ഥാപനം ഇവിടെ ഈ ഒരു നല്ല നിലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഏകദേശം 30ഓളം കുടുംബങ്ങൾ ഈ സേവാഭാരതി യൂണിറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇവിടെ കഴിഞ്ഞു വരുന്നുണ്ട്.